ഇന്ന് നമ്മളിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാവോ? ശരിക്കും എല്ലാവർക്കും അറിയാം, അപ്പവും ഫിഷ് മോളിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ അപ്പം എന്നാ പറയുന്നത്, എല്ലാവർക്കും ആട്ടാൻ അറിയാം, അപ്പം ഉണ്ടാക്കാനും അറിയാം. പക്ഷേ ഇപ്പം ഞാനിവിടെ ആട്ടിയ മാവ് എങ്ങനെയാണെന്നറിയാവോ? അരിയും പച്ചരിയും കരിക്കും തേങ്ങയും ചോറും കൂടെ ചേർത്ത് ആട്ടിയ മാവാണ്. ചിലർ ആ പച്ചരിയും തേങ്ങയും മാത്രം ആട്ടുന്നവരുണ്ട്. ഞാനിപ്പം ഇത് ഈ കരിക്ക് ചേർത്തുള്ള ഗുണം എന്നാണെന്നറിയോ? അപ്പം നല്ല സോഫ്റ്റ് ആവും, നല്ല രസമാണ്. പക്ഷെ അപ്പം ചൂടാൻ എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാനിവിടെ ഇന്നൊരു സ്പെഷ്യൽ ട്രിക്കായിട്ട് ഒരു അപ്പം ഉണ്ടാക്കാൻ കാണിച്ചു തരാം കേട്ടോ. അത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. നമ്മളെല്ലാവരും അപ്പം കഴിക്കുന്നതാ, പക്ഷേ ഒരു വെറൈറ്റി, ഒരു ഷേപ്പ് വരുമ്പോഴത്തേക്കും ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കുകയല്ലേ. അതുപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണേ. ഇന്ന് ഞാൻ 2 അപ്പം ഉണ്ടാക്കി കാണിച്ചു തരാം. പക്ഷെ അതിന് മുന്നേ നമ്മുടെ ഈ ചട്ടി ഒന്ന് ചൂടാവാൻ ഇച്ചിരി സമയം എടുക്കും. അപ്പം നമുക്ക് ചട്ടി തീ കത്തിച്ച് ചട്ടി വെച്ചിട്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കുമ്പോൾ എപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. എന്നാണെന്നറിയാവോ? നമുക്ക് അപ്പച്ചട്ടിക്ക് ഒട്ടും ഫ്ലെയിം കൂട്ടല്. ഇച്ചിരി തീരെ സിമ്മല്ല, എന്നാൽ ഇച്ചിരി ഫ്ലെയിം വേണം താനും. അതേ കൂട്ട് വെച്ചേച്ചാൽ മതി. ഇനി ഇത് നമുക്ക് ഫിഷ് മോളിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയ സാധനങ്ങൾ ഞാൻ അപ്പത്തിനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞുതരാം. ഞാൻ അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചരി, കരിക്ക്, തേങ്ങ, ചോറ്. എൻ്റെ കണക്ക് എങ്ങനെയാണെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പച്ചരി എത്ര ഇടുന്നോ, എൻ്റെ കൈക്ക് ഒരു പിടി പച്ചരിയൊക്കെ ഇട്ടാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ കൈക്ക് ഇച്ചിരി കൊള്ളും. അതുകൊണ്ട് എൻ്റെ കൈക്ക് 2 പിടി പച്ചരി മിക്സിയിൽ ഇടുവാണെങ്കിൽ ഒരു കരിക്കിൻ്റെ ഒരു പൂള് മൊത്തം ഇടണം. അത് ഇട്ടിട്ട് ഒരു പിടി തേങ്ങായും ഒരു പിടി ചോറും കൂടെ ഇട്ട് നല്ലതായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തേച്ചാൽ മതി. അപ്പം നല്ല സോഫ്റ്റ് അപ്പമായിട്ട് കിട്ടും. പിന്നെ ഇനി അത് എന്നാ പറയുന്നത്, അരച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ കലക്കിയാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കലക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട. പഞ്ചസാര ഉപ്പിട്ട് കലക്കി വെച്ചേച്ചാൽ 2 മണിക്കൂറിന് അത് പൊങ്ങിക്കോളും. നല്ല സോഫ്റ്റ് അപ്പം കിട്ടുകയും ചെയ്യും. ഇനി ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ ഫിഷ് മോളിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിനിപ്പോൾ നമുക്ക് വേണ്ടിയത്, ഇപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു 12 കഷ്ണം ആഗോലിയാണ്. അത് ഈ പറഞ്ഞ കൂട്ടം ഈ ചതുരത്തിലല്ല, വട്ടത്തിൽ അരിഞ്ഞേക്കുന്നത്. ഇതൊരു 15 പീസ് ആഗോലിയുണ്ട്. ഈ 15 പീസ് ആഗോലിക്കുള്ള അളവാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 2 വലിയ സവാള നീളത്തിലരിഞ്ഞത് വേണം. പിന്നെ തക്കാളി നീളത്തിലരിഞ്ഞത് 1 വലുത്. പിന്നെ വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇഞ്ചി അതും കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. ഇതെന്നാന്ന് വെച്ചാൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് നമുക്ക് വേണ്ട. അതിന് പകരം നമുക്ക് പ്രത്യേകം അരിഞ്ഞ് തന്നെ എടുക്കണം. പിന്നെ പച്ചമുളക് എരിവ് അനുസരിച്ച് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്തോണം. ഇതിനകത്ത് നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുകല്ല ഇടുന്നത്. അതിന് പകരം കുറച്ച് സ്പൈസസ്, എല്ലാ സ്പൈസസും ഇല്ല, ഇച്ചിരി. അത് ഒന്ന് പട്ടയാ, പിന്നെ വേണ്ടിയത് ഗ്രാമ്പു. ഒരുപാടൊന്നും നമ്മൾ ഇടത്തില്ല, കുറച്ചേ ഇടത്തുള്ളൂ, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ മാത്രം. പിന്നെ വേണ്ടിയത് കുരുമുളക് പൊടിയല്ല, കുരുമുളക് നല്ലതായിട്ട് ചതച്ചെടുക്കുക മാത്രമേ ചെയ്യാവുള്ളൂ. ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടിയായിട്ട് ഇടുകയല്ല, അതിൻ്റെ മേളിൽ കുറച്ച് സ്പ്രിങ്കിൾ ചെയ്യാൻ മാത്രമേ ഇടത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് വേണ്ടിയത് ഏലക്ക. ഇത്രയേ ഉള്ളൂ സ്പൈസസ് ആയിട്ട് നമുക്ക് എടുക്കാൻ. ഏലക്ക ഒന്നും ഒരുപാട് ഇടണ്ട, ഒരു 2 എണ്ണം. അതെന്നത്തിനാണെന്നറിയാം, അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ മാത്രം. പിന്നെ മഞ്ഞൾപ്പൊടി, എണ്ണ, ഒരു എന്നാ പറയുന്നത്, ഒരു 2-3 ഡ്രോപ്സ് ഓഫ് വിനീഗർ കുറച്ച് വേണം. നമ്മൾ ഓൾറെഡി തക്കാളി ഇടുന്നുണ്ട്, എന്നാലും ഇച്ചിരി ഒരു 2-3 ഡ്രോപ്സ് ഓഫ് വിനീഗർ. ഇതെന്നാന്ന് വെച്ചാൽ നല്ല എന്നാ പറയുക, കാഷ്യൂ പേസ്റ്റാണേ. ഈ കാഷ്യൂ പേസ്റ്റാണ് ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ പറയുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവർ തലപ്പാലിൽ കലക്കിയേച്ചാൽ മതി. കാഷ്യൂ ആകുമ്പോഴത്തേന് ഇച്ചിരി ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നാ പറയുന്നത് വെച്ചാൽ കൊളസ്ട്രോളൊക്കെ വരും. പക്ഷേ അതിനുള്ള റെമഡി ഞാൻ പറഞ്ഞുതരാം, കൊളസ്ട്രോളൊക്കെ മാറ്റാനുള്ള. അതുകൊണ്ട് തന്നെ വഴക്ക് പറയുമല്ലോ. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇച്ചിരി മല്ലിയില, പിന്നെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ്. പിന്നെ വേണ്ടിയത് 1-ാം പാലും നിറച്ച് 2-ാം പാലും. നമ്മൾ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോഴത്തേനുണ്ടല്ലോ, ഒരിക്കലും ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് മീൻ തിളപ്പിക്കരുത്, വേവാനിടരുത്.
എപ്പോഴും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കറി വയ്ക്കുമ്പോഴത്തേക്കും ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വേണം തന്നെ നമ്മൾ കറി വെക്കാൻ. എന്നാലുണ്ടല്ലോ അതിൻ്റെ ആ രുചി വ്യത്യാസം നമുക്ക് ശരിക്കും അറിയാൻ നോക്കും. എന്നാൽ ഈ പറഞ്ഞ കൂട്ട് എനിക്ക് തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ ഇച്ചിരി മടിയാണെങ്കിൽ ഞാൻ ശരിക്കും പശുപാലൊക്കെ ഒഴിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഏറ്റവും രുചി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കറിക്ക് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കുന്നത് തന്നെയാണ് നല്ലേ. അപ്പോൾ നമുക്ക് ഈ ഫിഷ് മോളിക്ക് ഇവിടെ ഇപ്പം നിറച്ച് രണ്ടാം പാൽ എടുക്കണം, എന്നാൽ കട്ടിക്ക് തേങ്ങാപ്പാലും ഒന്നാം പാലും എടുത്തേക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതാദ്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ അപ്പച്ചട്ടി ചൂടായി കഴിഞ്ഞാൽ ഇച്ചിരി എണ്ണ അങ്ങോട്ട് തൂത്തേച്ച്, എല്ലാവരും വീട്ടിൽ അപ്പം ഉണ്ടാക്കുന്ന, പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു എന്നാ പറയുന്നത് ഒരു ഷേപ്പ് ഡിഫറൻസ് മാത്രം കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ, കണ്ടോ, ഒരു പൂവപ്പം ആയില്ലേ. അപ്പോൾ നമ്മൾ എന്നാ ഗസ്റ്റ് ആണെങ്കിലും ശരിക്കും ഒരു വീട്ടിൽ നമ്മുടെ വീട്ടുകാർക്കാണെങ്കിലും ഒരു ക്വയറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഷേപ്പ് കൊടുക്കുമ്പോഴത്തേക്കും ഒരപ്പം തിന്നേണ്ട അടുത്ത് ചിലപ്പം പിള്ളേരൊക്കെ തല ഉണ്ടാക്കും കേട്ടോ വീട്ടിൽ. അമ്മ എനിക്കിന്ന് പൂവപ്പം മതിയെന്ന് പറയേ. അതേപോലെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി, ഇത് എളുപ്പമാട്ടോ. ഒന്നുകൂടെ ഞാൻ ഒരപ്പവും കൂടെ കാണിച്ചു തരാം. ഇതെന്തായാലും മൊരിയട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിയുടെ എന്നാ പറയുന്നത് വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കാം. ഫിഷ് മോളിക്ക് ഞാൻ എപ്പോഴും നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കണ്ടേ. നമ്മുടെ അപ്പം ചുട്ടു വെക്കാൻ ഒരു പ്ലേറ്റ് വേണ്ട. എണ്ണ നല്ലതായിട്ട് ചൂടായി. ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം പട്ട ഒരുപാട് ഇടണ്ട, ഒരു എന്നാ പറയുന്നത് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. കുറച്ച് പട്ട, അത് കഴിഞ്ഞ് ഗ്രാമ്പു, ഒത്തിരി വേണ്ട, ഒരു 2 ഏലക്ക, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ശരിക്കും കടുകൊക്കെ പൊട്ടുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഗ്രാമ്പു പൊട്ടും, ഗ്രാമ്പു ഏലക്കയൊക്കെ. അതങ്ങോട്ട് പൊട്ടി കഴിയുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഉള്ളി ഇടാം. ഇപ്പം ഗ്രാമ്പും എന്നാ പറയുന്നത് ഏലക്കായും പൊട്ടിക്കഴിഞ്ഞു. അത് എന്നാന്ന് പറയുക, നമ്മൾ കടുകൊക്കെ പൊട്ടുന്ന പോലെ കടകടോന്നൊന്നും പൊട്ടത്തില്ല, ഒന്നൊരു 2-3 സ്പ്ലറ്റേഴ്സ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി, നല്ല അപ്പം കിട്ടും, സോഫ്റ്റാണ്. എൻ്റെ പിള്ളേർ എപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോൾ പറയുന്നത് തന്നെ അമ്മ നടുക്ക് ഒരുപാട് കട്ടിയാക്കല്ലേ എന്ന് പറയും. ആ ഒരു ശീലത്തിൽ ഞാൻ ഒഴിച്ചുകൊണ്ടാണ് നടുക്ക് കട്ടിയില്ലാത്ത. അതല്ല, കട്ടി വേണം എന്നുണ്ടെങ്കിൽ കട്ടിയോടുകൂടി തന്നെ ഒഴിക്കാം. ഇപ്പം ഞാൻ ഒന്നുകൂടെ ഒഴിച്ച് കാണിക്കാം. ഇത് അപ്പം ഒഴിക്കാൻ വലിയ പാടൊന്നുമില്ലേ. ഫസ്റ്റ് ഫോർവേഡ് ബാക്ക്വേർഡ്, പിന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, പിന്നെ ആ വരുന്ന ഗ്യാപ്പിൽ മൊത്തം അങ്ങ് നമ്മൾ മാവ് ഫില്ല് ചെയ്താലുണ്ടല്ലോ പൂവപ്പമായിട്ട് നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. പക്ഷെ ആദ്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അയ്യോ പൂവപ്പം എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ചോദിക്കും. ഈ ഉള്ളി വഴറ്റുന്ന സമയം തന്നെ നമുക്ക് ഇതിനകത്തോട്ട് വെളുത്തുള്ളി, ഇഞ്ചിയും കൂടെ, പച്ചമുളക്, നമ്മുടെ ഉള്ളി നല്ലതായിട്ട് വഴറ്റണമെന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഈ മീൻ വേവുമ്പോഴത്തേക്ക് ഉള്ളിയും കൂടെ വെന്ത് ആ കറി കൂടെ അങ്ങ് ചേരുമ്പം ഗ്രേവി മാത്രമാവും. ഇപ്പം മനസ്സിലായോ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന്? ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞ പോലെ ലെഫ്റ്റ് റൈറ്റ് ഫോർവേഡ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നോക്കോളൂ, ഫസ്റ്റ് ഫോർവേഡ്, ദെൻ ബാക്ക്വേർഡ്, ലെഫ്റ്റ്, റൈറ്റ്, ഇതായില്ലേ. അപ്പം നമ്മുടെ 4 സൈഡിൽ പിന്നെയും ഗ്യാപ്പ് ഉണ്ട്. അപ്പം ഈ മാവ് വേവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ 4 സൈഡിലോട്ട് ഈ മാവാക്കി വെച്ചാൽ മതി. അത്രേ ഉള്ളൂ പൂവപ്പം. ആദ്യത്തെ പ്രാവശ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേനും പൂവായിട്ടൊന്നും വരത്തില്ല. ഇത് ഞാൻ എത്രയോ പ്രാവശ്യം ചെയ്തൊക്കെ പഠിച്ചിട്ടാണ് വന്നത് കേട്ടോ. എന്നാലേ ശരിയാവത്തുള്ളൂ. പക്ഷെ ചിലർക്ക് നല്ല കൈവാക്കുണ്ട്. അന്നേരം ഞാൻ ഈ പറയുമ്പോൾ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടും. ഇപ്പം
ഏകദേശം എൻ്റെ ഉള്ളി പകുതി വഴന്നു കഴിഞ്ഞ് ഇനി എന്നാ എടുക്കേണ്ടതെന്ന് അറിയാവോ? നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയിലെ അതിൻ്റെ ഒരു എന്നാ പറയുന്നത് 3/4 പോർഷൻ ഇട്ടാൽ മതി ഇതിൻ്റെ കൂടെ. ഇപ്പം ഞാൻ 3 അപ്പം ഉണ്ടാക്കി കാണിച്ചേ. ഇനി ഞാൻ അപ്പം ഓഫ് ചെയ്യുക. ഈ ടൊമാറ്റോയും നല്ലതായിട്ട് വഴന്ന് അതിൻ്റെ കൂടെ ആ ഉള്ളിയുടെ കൂടെ നല്ലതായിട്ട് അങ്ങ് ചേരണം. ഇപ്പം നമ്മുടെ ഉള്ളി നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞു. എന്നാൽ ഒത്തിരി അങ്ങോട്ടല്ല, ഇച്ചിരി വഴന്നു കഴിഞ്ഞിട്ടുണ്ട്, നല്ലതായിട്ട് വഴന്നു കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം. ശരിക്കും വെള്ള കളറിൽ ഫിഷ് മോളി വെക്കുന്നവരും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ശരിക്കും എന്നാ പറയുന്നത് ഒരു ചെറിയ യെല്ലോ ഇഷ്ടിൻ്റെ ഉള്ള ഫിഷ് മോളിയാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്നത്. നമ്മൾ ഇട്ട മഞ്ഞപ്പൊടിയുടെ ആ പച്ചച്ചൊവ അങ്ങോട്ട് മാറുമ്പോഴത്തേന് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന രണ്ടാം പാല് നിറച്ച് വേണം, എന്നാലേ നമ്മുടെ മീൻ വേവത്തുള്ളൂ. മീനിനാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കൂട്ട് വലിയ വേവൊന്നുമില്ല, എന്നാലും നമുക്ക് ആ ഫിഷ് മോളിക്ക് ഒരു ചാറ് വേണ്ടേ. അതുകൊണ്ട് നല്ല നിറച്ച് തലപ്പാൽ തന്നെ രണ്ടാം പാൽ എടുക്കണേ. രണ്ടാം പാൽ ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ ഒരു 2-3 ഡ്രോപ്സ് ഓഫ് വിനീഗർ. ഒരുപാട് ഒഴിക്കൽ തക്കാളി ഇട്ടിട്ടുണ്ട്, അതിൻ്റെ പുളിയുണ്ട്. പിന്നെ ഈ പുളിയും കൂടെ ആയിട്ട് ഒത്തിരി പുളിയായി കഴിഞ്ഞാൽ എന്നെ വഴക്ക് പറയരുത്. അതുകൊണ്ട് 2-3 ഡ്രോപ്സ് ഓഫ് വിനീഗർ മതി. എന്നിട്ട് നമുക്ക് എന്നാ പറയുന്നത് ഉപ്പ്. ഇനി നമ്മൾ ഈ ഒഴിച്ചേക്കുന്ന രണ്ടാം പാല് തിളച്ചതിന് ശേഷമേ നമ്മൾ മീൻ ഇടാവുള്ളൂ. അതിന് മുന്നേ മീൻ ഇട്ടാലുണ്ടല്ലോ മീൻ അങ്ങ് പൊടിഞ്ഞു പോകും. പിന്നെ ഈ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ലത് എന്നാണെന്നറിയാവോ? നമ്മുടെ കരിമീനാണ് ഏറ്റവും നല്ല. അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകമല്ലേ. അപ്പോൾ കരിമീൻ ഫിഷ് മോളി വെച്ചാൽ ഏറ്റവും സ്വാദാന്നാണ് പറയുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഇസ് ആഗോലി. ഇപ്പം എൻ്റെ ഇരിക്കുന്ന ആഗോലി മീനാണ് ഞാൻ ഇന്നിപ്പോൾ ഫിഷ് മോളി വെക്കുന്നത്. അല്ലെ നെമ്മീനാവാം. പക്ഷെ ഈ 3 മീൻ വെച്ചാണ് ഫിഷ് മോളി ബെസ്റ്റ്. ബാക്കി മീനൊക്കെ വെച്ച് വെക്കാവോ എന്ന് എനിക്കറിയാൻ മേല. പക്ഷേ ഫിഷ് മോളി തിന്നാൻ ഇച്ചിരി കൊതി അങ്ങോട്ട് മൂത്ത് നമുക്കൊക്കെ ഇരിക്കുന്ന സമയമാണെന്നേൽ ഈ പറയുന്ന നത്തോലി ഇട്ടായാലും നമ്മൾ വെക്കും. എന്നാന്ന് വെച്ചാൽ ഫിഷ് മോളി കഴിക്കണ്ടേ. ഇപ്പം ഇത് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞു. ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ മീൻ ഇടാൻ പോവാം. മീൻ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുന്നത്, നമ്മൾ സ്പൂണിട്ട് ഇളക്കല്ലെന്ന് പറയും അമ്മമാർ. എന്നാ വെച്ചാൽ അത് പൊടിഞ്ഞു പോകുന്നുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഈ ചട്ടി എന്നാ പറയുന്നത് ഇങ്ങനെ, ഇതിപ്പോൾ ചൂടില്ല ചട്ടി, അതുകൊണ്ടാണ് ഞാൻ പിടിക്കുന്നത്. എന്നാൽ ഇത്രയും നേരം തീ കത്തിയതില്ലേ ചൂടില്ലെന്ന് ചോദിച്ചാൽ, പക്ഷേ ഈ ചട്ടിക്ക് ഇപ്പോൾ ചൂടായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു വട്ടം കറക്കാനേ പാടുള്ളൂ എന്നാണ് അമ്മമാർ പറയുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇച്ചിരി വട്ടം കറക്കി, എന്നിട്ട് എൻ്റെ മീൻ അകത്തോട്ടൊന്നും പോകുന്നില്ല. എന്നാലും ഞാനിത് വെച്ച് സ്പൂൺ വെച്ചൊന്ന് ഇളക്കുക. ഇതിപ്പോൾ നമ്മുടെ മീനെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം എന്നാന്ന് വെച്ചാൽ മീനൊന്ന് വേവണം. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചേർക്കാനൊക്കത്തുള്ളൂ, നമ്മുടെ ഉപ്പൊക്കെ നോക്കാനൊക്കത്തുള്ളൂ. ഇപ്പം നമ്മുടെ വേവാൻ വെച്ച മീൻ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ എന്നാൽ ചാറൊന്നും ഒത്തിരി അങ്ങോട്ട് പറ്റിച്ചിട്ടില്ല, ഇച്ചിരി ചാറുണ്ട്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണെന്നറിയാവോ? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തലപ്പാൽ അങ്ങോട്ട് എടുത്തിട്ട്, ഞാനിവിടെ ശരിക്കും നമ്മുടെ കാഷ്യൂ പേസ്റ്റ് അരച്ച് വെച്ചേക്കുന്നത്. അണ്ടിപ്പരിപ്പ് നല്ലതായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് കുറച്ചും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഉപയോഗിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഇല്ലയെന്നുണ്ടെങ്കിൽ മൈദ എടുക്കാം. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി ആയാലും ചേർത്താൽ മതി. ഇത് എന്നാത്തിനാണ് ചേർക്കുന്നതെന്നറിയാവോ? ശരിക്കും നമ്മുടെ ആ ഗ്രേവിക്ക് ഒരു ചെറിയൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇതിപ്പോൾ ഞാൻ ഒരു കാഷ്യൂ ചേർത്താലുള്ള ഗുണം എന്നാണെന്നറിയാം, കുറച്ചുകൂടെ നല്ല സ്വാദായതിനെ. തലപ്പാൽ ഒഴിക്കുന്ന സമയം തീ എത്ര സിമ്മാക്കാൻ പറ്റുമോ അത്ര ആക്കിയേക്കണേ. ഇത് കഴിഞ്ഞിട്ട് തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ ശേഷം എന്നാ എടുക്കണമെന്നറിയാവോ?
ചതച്ച് വെച്ചേക്കുന്ന കുരുമുളക്. നേരത്തെ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ മുകളിൽ കൂടെ ഒരു ഇച്ചിരി കുരുമുളകും കൂടെ ഇടണം. കുരുമുളകും ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചാൽ കുറച്ചല്ലേ ഇട്ടുള്ളൂ. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് തക്കാളി കൂടെ, ബാക്കി വന്ന തക്കാളിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് അങ്ങ് ഇടുക. ഇനി എന്നാ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മല്ലിയില. ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ അമ്മമാരൊക്കെ പറയുന്ന പോലെ തന്നെ അതൊന്ന് വട്ടം ചുറ്റിക്കണം. പക്ഷേ എനിക്കൊന്നും അത്രയും കൈവാക്കിയില്ല, എന്നാലും ഞാൻ ഇച്ചിരി ഒന്ന് വട്ടം ചുറ്റിക്കുക. എന്നാന്നറിയോ, വട്ടം ചുറ്റിക്കുന്ന പിന്നെ അങ്ങോട്ട് സ്പൂൺ ഇട്ടാലുണ്ടല്ലോ മീനെല്ലാം അങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് വട്ടം ചുറ്റിച്ച് വെച്ചാൽ അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. അത് ഇച്ചിരി തിളയ്ക്കട്ടെ. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് വിശേഷം പറഞ്ഞുകൊണ്ട്